തട്ടിലിനെ തട്ടിക്കളിച്ച് മെത്രാൻ സംഘം. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ യാതൊരു തീരുമാനവുമാകാതെ തട്ടിലിന്റെ അന്ത്യശാസനവും വലിച്ചു കീറിക്കളഞ്ഞ് തട്ടിലിനെ തട്ടിക്കളിക്കുകയാണ് സീറോ മലബാർ സഭയിലെ മുതിർന്ന ചില മെത്രാന്മാർ. ഞാനൊരു ആർച്ച് ബിഷപ്പാണെന്നുള്ള ഒരു പരിഗണനയെങ്കിലും തന്നുകൂടെ എന്ന് കേഴുന്ന സഭാധ്യക്ഷനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കിയില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കുപ്പായം പൂരിപ്പിക്കുമെന്ന സീറോ മലബാർ സഭാ സിനഡിന്റെ സർക്കുലറിൽ പ്രതിഷേധിച്ച് തൃശൂർ അതിരൂപതയിലെയും ഇരിങ്ങാലക്കുട രൂപതയിലെയും വൈദികർ രംഗത്ത്. മാനന്തവാടി രൂപതയ്ക്ക് പിന്നാലെയാണ് ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. തൃശൂർ അതിരൂപതയിലെ ആരാധനക്രമ സംരക്ഷണ സമിതിക്ക് വേണ്ടി ഭാരവാഹികളായ വൈദികരാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പിനുൾപ്പെടെ കത്ത് നൽകിയിരിക്കുന്നത്. 87 വൈദികർ ഒപ്പിട്ട കത്ത് ഇരിങ്ങാലക്കുടക്കാർ വ്യാഴാഴ്ച സിനഡിന് അയക്കുകയായിരുന്നു. ഏകീകൃത രീതിയിലേക്ക് മാറിയെങ്കിലും ജനാഭിമുഖ കുർബാന വേണമെന്ന് തുടക്കം മുതലേ വാദിക്കുന്നവരാണ് രണ്ടിടത്തെയും വൈദികർ. എറണാകുളംകാരെ തളർത്തുവാനും തകർക്കുവാനും ചങ്ങനാശ്ശേരി ലോബിയുടെ കൽദായ മേൽക്കോയ്മ സ്ഥാപിക്കുവാനും കുതന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിട്ട് കാലങ്ങളായെന്ന് ഇരിങ്ങാലക്കുടക്കാർ വിമർശിക്കുന്നു. ഇവരുടെ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ്: വിശുദ്ധിയും വിവേകവും വിജ്ഞാനമില്ലാത്തതും ചങ്ങനാശ്ശേരി ലോബിയുടെ കൽദായ ആരാധനക്രമം നടപ്പിലാക്കുന്നതിന് റാൻമൂളികളായി നിൽക്കുന്നതുമായ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങിയപ്പോഴാണ് സഭയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അധികാരത്തിന്റെ അപകർഷണങ്ങൾക്ക് വേണ്ടി ചങ്ങനാശ്ശേരി ലോബിയുടെ വെറും പാവകളായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാർ നിലകൊള്ളുവാൻ തുടങ്ങിയത് മുതലാണ് സഭ ജീർണിക്കുവാൻ തുടങ്ങിയത്. വൈദികരോടും വിശ്വാസികളോടും സംവദിക്കുവാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും നട്ടലിന് ഉറപ്പില്ലാത്ത ഇന്നത്തെ മെത്രാന്മാരുടെ സാന്നിധ്യം സഭയെ തളർത്തി. പൗരസ്ത്യ സഭയുടെ നിയമസംഹിതയിൽ ഇല്ലാത്ത സ്വാഭാവിക മഹ്റോൻ ശിക്ഷ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അപലപനീയവും നിന്ദ്യവും പൈശാചികവുമാണെന്ന് ഇരിങ്ങാലക്കുടക്കാർ കത്തിൽ പറയുന്നു. ജനാഭിമുഖ കുർബാനയുടെ ആവശ്യകതയും അർത്ഥവും ജനങ്ങളെ പഠിപ്പിച്ച നിങ്ങൾ തന്നെ സഭയുടെ നാശത്തിന് നാന്ദിയാകുന്നുവെന്നതിൽ ഞങ്ങൾ നാണിക്കുന്നുവെന്നാണ് റഫേൽ തട്ടിൽ, ബോസ്കോ പുത്തൂർ എന്നിവർക്കുള്ള കത്തിൽ തൃശ്ശൂരിലെ വൈദികർ പറയുന്നത്. തട്ടിലിൻ്റെയും ആൻഡ്രൂസ് താഴത്തിൻ്റെയും തട്ടകമാണ് തൃശ്ശൂർ. സിനഡിലെ കുബുദ്ധി ആരാണെന്നും ഇവർ ചോദിക്കുന്നു. 34 രൂപതകളും ഏകീകൃത രൂപം അംഗീകരിച്ചുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും പഴയതിനേക്കാൾ മോശമാണ് സ്ഥിതി എന്ന് നിങ്ങൾക്കറിയാം. ഈ 34 രൂപതകളിൽ ഇത് സംബന്ധിച്ച അഭിപ്രായ സർവേ നടത്തുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏതാനും കൽദായ തീവ്രവാദികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് സഭയെ രക്ഷിക്കുവാനുള്ള ആർജവം പിതാക്കന്മാർ കാണിക്കണം. ഇല്ലെങ്കിൽ തൃശൂർ അതിരൂപതയെ ഒറ്റിക്കൊടുക്കുകയും സഭയെ വഞ്ചിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഓർക്കേണ്ടി വരുമെന്നും കത്തിൽ പറയുന്നു. ജനാഭിമുഖ കുർബാന തൃശൂരിന് തിരിച്ചു കിട്ടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വൈദികരെ മഹ്റോൻ ചൊല്ലുമെന്ന് കാണിച്ച് പുറത്തിറക്കിയ സർക്കുലർ മധ്യയുഗ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്നാണ് വിമർശനങ്ങളിലൊന്ന്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കെട്ടുകഴിവിയില്ലാത്ത പദമാണിത്. സിനഡിൽ ചർച്ച ചെയ്യാനിരുന്ന സർക്കുലർ എങ്ങനെയാണ് ചാൻസലറിൽ നിന്ന് ചോർന്നതെന്നും മെത്രാന്മാർ ചോദിക്കുന്നുണ്ട്. മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ജൂൺ 8 ബോസ്കോ പുത്തൂരിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആലോചനാ സമിതിയുടെയും ഫൊറാന വികാരിമാരുടെയും സംയുക്ത യോഗം സമവായത്തിൽ എത്തിയിരുന്നു. തുടർന്ന് യോഗത്തിലെ 3 പ്രതിനിധികൾ 9 മേജർ ആർച്ച് ബിഷപ്പിനെ കാണുവാൻ സമയമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് അന്ത്യശാസന സർക്കുലർ ഇറക്കിയത്. അതിപ്പോൾ ഇങ്ങനെയുമായി. ഇവരുടെയെല്ലാം സൂത്രധാരൻ ആരാണ്? ഇനിയും തങ്ങൾ കാഴ്ചക്കാരായി തുടരണോ? സഭയുടെ പിതാവായ മേജർ ആർച്ച് ബിഷപ്പിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതോ അദ്ദേഹവും സിനഡിൽ പിതാക്കന്മാരെ പോലെ വെറും കാഴ്ചക്കാരാണോ എന്നെല്ലാം യുജനക്കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ തട്ടിൽ ഇതിനൊന്നും ഉത്തരം കൊടുക്കുവാൻ പ്രാപ്തനല്ല. ചില കോണുകളിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിന് വലിയ സമ്മർദ്ദമുള്ളതായി കാണുന്നുവെന്നും വിമർശനമുണ്ട്. 2021 ഏകീകൃത കുർബാന രീതി തീരുമാനിച്ചത് ഏകകണ്ഠമായി അല്ലെന്നും മെത്രാന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. 12 ബിഷപ്പന്മാർ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും തീരുമാനം ഏകകണ്ഠമാണെന്ന് പ്രചാരണമുണ്ടായി. വലിയ വിപത്തുണ്ടാകുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പിന് യാതൊരു പരിഗണനയും ലഭിച്ചില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ഭൂമി കുംഭകോണം ഉൾപ്പെടെ നമ്മുടെ സഭയുടെ സമീപകാല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും തങ്ങൾക്ക് നീതിയും സത്യവും ലഭിച്ചില്ലെന്ന് അതിരൂപതയ്ക്ക് ശക്തമായ തോന്നലുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സർക്കുലർ കൊണ്ട് ഈർഷ്യയും സംഘർഷവും വർദ്ധിച്ചിരിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മാർ എഫ്രൈം നരിക്കുളം ചന്ദന രൂപത, മാർ ജോസ് ചിറ്റൂപ്പറമ്പിൽ രാജ്കോട്ട് രൂപത, മാർ ജോസ് പുത്തൻവീട്ടിൽ ഫരീദാബാദ് സഹായ മെത്രാൻ, മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഫരീദാബാദ് മെത്രാൻ, മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മാണ്ഡ്യ രൂപത എന്നിവരാണ് വിയോജനക്കുറിപ്പിൽ ഒപ്പിട്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ വെറും സീറോ ആകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.